അയ്യോ വവ്വാല് 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 അയ്യോ. ഈ വവ്വാല് ചില സമയത്ത് നമ്മളെ ആക്രമിക്കും. കുറച്ചും കൂടെ ഉള്ളിലേക്ക് കാണിച്ചു തരാം. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് ഇടുക്കി ജില്ലയിലെ തോണിപ്പാറ എന്ന സ്ഥലത്ത് കാണപ്പെടുന്ന ഒരു വലിയ ഗുഹയിലേക്കാണ് പോകുന്നത്. എൻ്റെ വീട് ഇതാണ്. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 25 മീറ്റർ താഴെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. ഒരു ടോർച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. ഇപ്പോൾ ഒരു പറമ്പ് വട്ടം ചാടി നമ്മൾ പാറയിൽ വന്നിരിക്കുക കേട്ടോ. ഇത് മുകളിൽ കാണുന്ന ഒരു പള്ളിയാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ മൊത്തം പാറയാണ്, ഇങ്ങനെ തെന്നി കിടക്കും. അപ്പോൾ ഇതിൽ ഇറങ്ങി പോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ചോര കുടിക്കുന്ന അട്ട ഉണ്ടാകും. അപ്പം നമ്മൾ കാലയിൽ ഉപ്പോ എണ്ണയൊക്കെ തൂത്തിട്ട് വേണം ഇറങ്ങി വരാൻ. പിന്നെ ഇത് ഓരോരുത്തരുടെ സ്ഥലങ്ങളായതുകൊണ്ട് ഇവിടെ അധികം ആരും വരാറൊന്നുമില്ല. എങ്കിലും ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. പിന്നെ അതിൻ്റെ അകത്ത് വവ്വാൽസ് എന്തായാലും ഒരുപാടെണ്ണം ഉണ്ടാവും. ഒരു 10,000 വവ്വാലുകൾ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമുക്ക് കടന്നു പോകാൻ. അങ്ങനെ അടുത്ത പറമ്പിലേക്ക് കടന്നു. ഗൈസ്, ഇതൊരു കുഴൽക്കിണർ കുത്തിയതാണ് ഇവിടെ, പക്ഷെ വെള്ളം കിട്ടിയില്ല. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, കൂടത്തിൽ ഒരു ടോർച്ചും. ഇതൊക്കെ ഇങ്ങനെ വട്ടം ചാടി വേണം പോവാൻ. ചക്കയൊക്കെ ഒഴുകി വന്ന് കിടക്കുന്നുണ്ട് ഗൈസ്. ടാസ്ക് വെള്ളത്തിൽ കൂടെ തന്നെ ചാടുക. അതിലേക്ക് വഴി മൂടിപ്പോയി. എന്താ ഗൈസ്, സൂപ്പറല്ലേ? ഇത് ശരിക്കും ഉറവ വെള്ളം വരുന്നതാണ് കേട്ടോ. മുകളിൽ നിന്ന് ഉറവ വെള്ളം വന്ന് ചാടുന്നതാണ്. വേനലാകുമ്പോൾ ഈ വെള്ളമൊക്കെ പറ്റിപ്പോവും. നല്ല സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. മറ്റേ നേരത്തെ ഓപ്പോൾ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ട് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓരോ ഓർമ്മ ഇങ്ങനെ പറയണ കേട്ടിട്ട്. ഗൈസ്, വഴിയില്ല ഗൈസ്. ഒറ്റയ്ക്കാണ്, പേടിയില്ല, അതില്ല. ഒരുപാട് നാളായി ഇതിലേക്ക് വന്നിട്ട്. അതുകൊണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ എന്നൊന്നും അറിയത്തില്ല. എങ്കിലും വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. യെസ്, അങ്ങനെ നമ്മൾ അതിനടുത്തെത്തിയിരിക്കുകയാണ്. ചെറിയ ഗുഹയൊന്നുമല്ല, വലിയ ഗുഹയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യാം. എന്നാലും ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് എന്നെ കൊണ്ട് കാണിച്ചു തരാൻ പറ്റുന്ന അത്രയും മാക്സിമം ഞാൻ കാണിച്ചു തരുന്നതാണ്. യെസ്, ഈ കാണുന്നതല്ല, അതിൻ്റെ ഉള്ളിലാണ് ഗുഹ. ഇതിലിങ്ങോട്ട് പോകുന്നൊരു വഴിയാണ്. ഇങ്ങോട്ട് വരുന്തോറും പേടി കൂടി വരികയാണ്. ഗൈസ്, എന്തോ ഒന്ന് പറന്നു പോയി, എന്നാണെന്നറിയത്തില്ല. ഇതാണ് നമ്മുടെ തോണിപ്പാറയുള്ള ഗുഹ.
ഈ ഗുഹ അധികം ആരും വന്നിട്ടൊന്നുമില്ല. ഇവിടെയുള്ള കുറച്ച് ആൾക്കാരല്ലാതെ അധികം ആൾക്കാരൊന്നും കണ്ടിട്ടില്ല. എന്തായാലും ഗൈസ് നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഗൈസ് ഇതാണ് ഇതിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ. ഈ വെള്ളം തലേ ചാടിയാൽ പനി പിടിക്കും കേട്ടോ. ഇത് ഉറവെള്ളമാണ് ഈ വരുന്നത് മൊത്തം. അപ്പോൾ നമുക്ക് അകത്തൊന്ന് കയറാം. അകത്തേക്ക് മൊത്തം കയറിയില്ലെങ്കിലും കുറച്ചൊക്കെ കാണിക്കാം. എന്നാ പോവല്ലേ? പോണോ? ഒറ്റയ്ക്കാണ് ഗൈസ്, എൻ്റെ കൂടെ ആരുമില്ല. അച്ഛനെ കാത്തോളേ ഗൈസ്. ടോർച്ച് ഓർമ്മ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പരിചയമില്ലാത്ത കുറേ സാധനങ്ങൾ കിടപ്പുണ്ട്. എന്താന്ന് അറിയത്തില്ല. ഒത്തിരി കാലമായി വന്നിട്ടുള്ളതുകൊണ്ട്. അയ്യോ ഗൈസ്, ഇവിടെ എന്തോ പ്രാണീനെ കണ്ടു കേട്ടോ. എന്താന്ന് നോക്കട്ടെ. പേടിച്ചു പോയി ഗൈസ്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുവാണ്. ചില ഭയം ഇല്ലാതില്ല. ഈ സാധനങ്ങളൊന്നും, ഇത് ചകിരിയാണ്. ഇതിപ്പോൾ എന്ത് കൊണ്ടുപോയിട്ടേക്കുന്നതാന്ന് ഒരു ഐഡിയ കിട്ടില്ല. നേരത്തെയൊക്കെയാണ് സ്ഥിരമായിട്ട് നമ്മളിവിടെ വരുമായിരുന്നു. ഒത്തിരി കാലമായി വന്നിട്ട്. ഗീസ് ഇതിൻ്റെ അകമാണത്. അയ്യോ വവ്വാല് ഗീസ്, വവ്വാല് ഗീസ്. നമുക്ക് ഉള്ളിലേക്കൊന്ന് ജസ്റ്റ് കയറാം. കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഈ ടോർച്ച് ഇടയ്ക്ക് പണി തരുന്നുണ്ട് ഗീസ്. ടോർച്ചിൻ്റെ ചാർജ് തീർന്നു ഗീസ്. പണിപാളി. അകത്തും കയറി. ഫ്ലാഷ് ഇല്ലേ ദേവി? ഗീസ് പണിപാളി. ബാക്ക് ഇറങ്ങി ഗീസ്. ബാക്ക് ഇറങ്ങിയായിരുന്നു. ടോർച്ച് ശരിയായി. നമുക്കൊന്ന് പോയി നോക്കാം. മൊബൈലിൻ്റെ ഫ്ലാഷ് ഓണാക്കുമ്പോൾ വീഡിയോ ഓഫായി പോവാ. ഇത് കണ്ടോ, ഇത് ഉള്ളിലേക്ക് പോവാട്ടോ. ഒത്തിരി പോവാം. അപ്പം നമുക്ക് കുറച്ചിടെ ഒന്ന് കയറി കാണിച്ചു തരാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇതൊന്നുമില്ല ഗൈസ്. ഇത് വവ്വാൽസാണ് ഈ വരുന്നത്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി ഗൈസ്. ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂട്ട് ഗൈസ്. ഇത് അകത്തേക്ക് കയറുന്നൊരു കവാടമാണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഈ മുട്ടിത്തടിയൊക്കെ ഇതിൻ്റെ അകത്ത് വന്നേക്കണോണ്ട് ഇത് എന്ത് കൊണ്ടുപോയി ഇട്ടേക്കുന്നതാണെന്ന് അറിയില്ലാത്തേ ഉള്ളൂ. എങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഗെയ്സ്. എൻ്റെ അമ്മേ, ഇത് കണ്ടോ ഗെയ്സ്, വവ്വാൽസ് കിടക്കണുണ്ടോ? അയ്യോ ഗെയ്സ്, ഞാനിവിടെ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇങ്ങനെ പുറകോട്ടുണ്ട്. അയ്യോ വവ്വാല് വന്നു. ഇതുണ്ടോ ഗെയ്സ്, ഇതിന് നേരെയും പോകാം, ലെഫ്റ്റും പോകണം. ലെഫ്റ്റ് പോകുന്ന വഴിയാണ് മൂടി പോയേക്കണം. ഇതുണ്ടോ, ഇനിയും ദൂരം പോകാനുണ്ട്. പക്ഷെ അങ്ങോട്ടൊക്കെ പോക്ക് റിസ്ക്കാണ്. നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് നടന്നു പോകാനുള്ള ദൂരമുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്ന ഭാഗം മാത്രമേ നമുക്ക് കിടന്നു പോകാനുള്ളൂ. നോക്കാം, വവ്വാല് വരുമോ നോക്കാം. വരുത്തിക്കാം നമുക്ക്. ഇതുണ്ടോ ഈസ്, ഇതിങ്ങനെ അകത്തേക്കുണ്ട്. ഒത്തിരി ദൂരമുണ്ട്. നമുക്ക് അവിടം വരെ നമുക്ക് പോവാം. നമുക്ക് ഓക്സിജനൊക്കെ കിട്ടും എന്നും പറഞ്ഞ് ശ്വാസം മുട്ടലുള്ളവരൊന്നും വരരുത്. പെട്ട് കഴിഞ്ഞാൽ കാലേന്ന് മാത്രമേ വലിക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ ഗേസ്, നമ്മൾ തിരിച്ച് ഇറങ്ങി പോകുന്നു കേട്ടോ. കിടന്ന് തന്നെയാണ് പോകുന്നത്. ഇന്ന് ഇറങ്ങാറായിട്ടില്ല. ബാക്കിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കാലെ പിടിച്ച് വലിക്കുമ്പോൾ അറിയാം. ഞാൻ ഒറ്റയ്ക്ക് വന്നത് ഞാൻ ശരിക്കും അറിയുന്ന സ്ഥലമായതുകൊണ്ട് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളതുകൊണ്ടുമാണ്. ഇപ്പോൾ ഏകദേശം
2-3 കൊല്ലമായി വന്നിട്ടില്ലെങ്കിലും നമ്മൾ ചെറുപ്പം മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് ഒറ്റയ്ക്ക് വന്നത്. അങ്ങനെ ആരെങ്കിലുമൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൂട്ടമായിട്ട് വരിക. പിന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ ചൂട്ട് കത്തിച്ച് ഒരു കാരണവശാലും കയറരുത്. കയറിയാൽ ശ്വാസം കിട്ടില്ല, 100% ഉറപ്പാണ്. പിന്നെ ഇവിടെ നിന്ന് ഒച്ച വെച്ചാൽ പോലും പുറത്തറിയില്ല. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അയ്യോ ഗേസ്, അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി. ഇതാണ് പുറത്തേക്കുള്ള വ്യൂ. വവ്വാലാണ് കേട്ടോ വരുന്നത്. ഓക്കെ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. വെട്ടത്തിൻ്റെ ആവശ്യം ഇനിയില്ല. എൻ്റെ അമ്മേ, അയ്യോ ഗയ്സ്, അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നേരത്തെ നമ്മൾ വന്നുകൊണ്ടിരുന്നപ്പോൾ വേനൽക്കാലത്തൊന്നും ഇങ്ങനെ കറങ്ങി വരേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ പാറയിൽ തന്നെ ഇങ്ങനെ ഇറങ്ങി വരാമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ മൊത്തം ഇഞ്ചമുള്ളായി. അപ്പോൾ ഇനി ഒരു കാരണവശാലും ഇതിൽ ഇറങ്ങി വരാൻ പറ്റത്തില്ല. അപ്പുറത്തോടെ ചുറ്റിക്കറങ്ങി വരല എന്ന് നടക്കുകയുള്ളൂ. കണ്ടോ ഗേസ്, ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിലങ്ങ് ഇറങ്ങി പോവാം. ഒരു വെള്ളച്ചാട്ടം കേട്ടോ, ഇങ്ങനെ വരുന്നതാണ്. കുറേ വെള്ളം വന്നാൽ ഇതൊക്കെ നല്ല രസമാണ്. കാരണം ഈ കാണുന്നതാണ് ഗുഹ വെള്ളച്ചാട്ടം. ഈ കാണുന്നൊരു വലിയ മലയാണ്, ഇതിന് ചുറ്റും പാറയാണ്. ഇതിൻ്റെ നടുക്കാണ് നമ്മൾ. ഇതൊക്കെ ഈ ഗുഹയുടെ സൈഡിൽ കൂടെയുള്ള സ്ഥലങ്ങളാട്ടോ. നമ്മൾ പോകേണ്ട തിരിച്ചിറങ്ങി. ഇന്ന് മഴയില്ലാത്തതുകൊണ്ടാണ് വരാൻ തോന്നിയത്. കഴിഞ്ഞ ആഴ്ച മുതൽ മഴ കാരണം വരാൻ പറ്റിയില്ല. അപ്പോൾ മൊത്തത്തിൽ വഴിയൊന്നും ഇല്ല ഗൈസ്. വഴിയൊക്കെ നമ്മൾ സ്വന്തം വെട്ടി വേണം വരാൻ. ഇതൊക്കെ പറമ്പാണെങ്കിൽ പോലും ഇവിടെ ഈ മഴക്കാലത്തേക്ക് പറമ്പിൽ വരൽ തന്നെ റിസ്ക്കാണ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരെല്ലാം ക്ലിയറാക്കി ഇടുന്നതാണ്. ആഴം ഉണ്ട് മുട്ടപ്പം. ഗയ്സ്, അങ്ങനെ നമ്മൾ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ പാറയിലേക്ക് കയറുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രൊഫൈലിൽ കാണുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുകളിൽ കാണുന്നതാണ് എൻ്റെ വീട്. അപ്പോൾ ഓക്കെ ഗൈസ്, വീണ്ടും അടുത്ത സൺഡേ നമ്മൾ മറ്റൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് കാണുന്നതാണ്.